മുഹറം മാസത്തിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നവന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ആഡംബരം, നിന്റെ സുഖങ്ങളും, നിന്റെ സന്തോഷങ്ങളും, നിന്റെ സ്വപ്നങ്ങളും, നിന്റെ പ്രതീക്ഷകളും, നിന്റെ മോഹങ്ങളും സർവ്വതും തകർത്തു കളയുന്ന അതാ മരണമെന്ന് പറയുന്ന ഒരു മഹാസംഭവമുണ്ടല്ലോ, മരണമെന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ടല്ലോ. എന്തേ നീ അതിനെക്കുറിച്ച് ഓർക്കാത്തത്? എന്തേ ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, മരണചിന്തയാണ് ഒന്നാമതായി കടന്നു വരേണ്ടത്. ഇരിക്കുന്ന മുബാസിക്കയാകട്ടെ, ഷാജിക്കയാകട്ടെ, അൻസാരിക്കയാകട്ടെ, ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാകട്ടെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, പടച്ചവനെ ഞാൻ മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ അടുത്തിരിക്കുകയാണ്, ഇന്നാണോ നാളെയാണോ എപ്പോഴാണോ എനിക്കറിയില്ലല്ലോ, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണോ, പടച്ചവനെ ഞാൻ ഇന്ന് വീട്ടിലെത്തുമോ, ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്ന ഞാൻ നാളെ രാവിലെ പായിപ്പാട് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വാങ്ക് വിളിക്കുന്ന സമയത്ത് എന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന പറഞ്ഞുകൊണ്ട് പുതപ്പിന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിന്റെ ശരീരത്ത് തട്ടി വിളിക്കുമ്പോ, അല്ലാഹുവേ ഞാൻ എഴുന്നേക്കുമോ പടച്ചവനെ? അതോ എന്റെ അവസ്ഥ എന്താണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ടോ? നിങ്ങളുടെ വാപ്പയും ഉമ്മയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കൂടപ്പിറപ്പും നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളെ പോലെ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന പലരും ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടല്ലോ. എന്തേ ചിന്തിക്കാത്തത്? എന്തേ ചിന്തിക്കാത്തത്? എന്തിനാ പ്രവാചകന്മാരുടെ ചരിത്രം, എന്തിനാ സഹാബത്തിന്റെ ചരിത്രം, എന്തിനാ വഅ്ള് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ. എന്തിനാ ഞാനും നിങ്ങളും ഒരുപാട് ചിന്തിക്കുന്നത്? ഈ നിരന്നിരിക്കുന്ന പലരുടെയും വാപ്പ എവിടെയാ? എന്റെയും നിങ്ങൾക്കും ജന്മം നൽകിയ, നമ്മൾക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് എവിടെ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ എവിടെ? പൊന്നുമോനെ എന്ന് പറഞ്ഞു മനസ്സു വേദനിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് കബളിൽ ഉമ്മതെന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്, അവര് പടച്ചവനെ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്താണല്ലോ. അതുകൊണ്ട് ഇതിനേക്കാളും വലിയ ഒരു ഉപദേശം ഏതേ വേണ്ടത്? ഇതിനേക്കാളും വലിയ ഒരു ഉപദേശം വേണ്ടല്ലോ. അതുകൊണ്ട് സഹോദരാ, ഇരിക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിച്ചോ, ഇത് കളിയല്ല, തമാശയല്ല. അല്ലാഹുവിന്റെ ഖുർആനാ ഓർമ്മപ്പെടുത്തിയത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ